ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് റീയൂസബിൾ ആയിട്ടുള്ള കുറച്ച് വർക്ക് ഷീറ്റ്സ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ടല്ലേ, ഞാൻ കുറേ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് വർക്ക് ഷീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അവരെ കൊണ്ട് അതിൽ എങ്ങനെ എഴുതിക്കാം. ഓക്കെ, അപ്പോൾ ഇതും അങ്ങനത്തെ കുറേ വർക്ക് ഷീറ്റ് തന്നെയാണ്, പക്ഷെ ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ ബുക്ക് സ്റ്റോളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഇതിന് 6 രൂപയാണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കവർ നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ വർക്ക് ഷീറ്റ് ഇതിനുള്ളിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് അവരടുത്ത് ഈ മാർക്കർ പെന്നോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറയാം. ഉണ്ടോ, ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറയാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ സ്കെച്ചോ മാർക്കറോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം നമുക്കിത് റബ്ബ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു കോട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടവൽ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ആക്കിയാൽ അത് പോകും. ഓക്കെ, കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായി. എന്നിട്ട് ഇതിൽ നമുക്ക് ഇനിയും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഷീറ്റ് ഉണ്ടാക്കണോണ്ട് നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതിൽ എഴുതാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിതിൽ പ്രത്യേകം ഒരു കാര്യം പറയാണ്, അതായത് നമ്മുടെ കുട്ടികൾക്ക് റീയൂസബിൾ വർക്ക്ഷീറ്റ് കൊടുക്കുന്നത് അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അതായത് അവർ എഴുതുന്നതിൻ്റെ പിന്നെ ബൗണ്ടറി ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കിതിൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ് എല്ലാം ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കാം. അവരുടെ ഒരു ബൗണ്ടറി, അതുപോലെ ലെറ്റർ എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്, ആ ഒരു ഐഡൻറ്റിഫിക്കേഷനും റെക്കഗ്നൈസേഷനൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, കോപ്പി നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ സ്ലേറ്റിലോ നന്നായിട്ട് എഴുതി. കാരണം നമ്മൾ ഈ മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ചോ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ടാൽ മതി, അത് നന്നായിട്ട് കളറായിട്ട് വരും. പക്ഷേ നമ്മൾ ബുക്കിൽ എഴുതിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ റീയൂസബിൾ വർക്ക് ഷീറ്റ്സ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിന് നമ്മൾ ബുക്കും പെൻസിലും അല്ലെങ്കിൽ സ്ലേറ്റും പെൻസിലും തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അതൊരു കാര്യം മറക്കരുത്. ഈ ഒരു മെത്തേഡ് നമുക്ക് കുട്ടികളുടെ റെക്കഗ്നീഷൻ, ലെറ്റർ ഐഡൻറ്റിഫിക്കേഷൻ, നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പാറ്റേൺസ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളുടെ കുട്ടികൾക്ക്, അതായത് റൈറ്റിംഗ് തുടങ്ങുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ കുട്ടിക്ക് റൈറ്റിംഗ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവരെ കൊണ്ട് ഇതേപോലത്തെ ഇത് കൊടുക്കാം. അവർക്ക് ഇതേപോലത്തെ റീയൂസബിൾ വർക്ക്ഷീറ്റ് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൽ കണ്ടോ, സ്റ്റാൻഡിങ് ലൈൻ ആദ്യം വരപ്പിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടാണ്, ഇത് സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് ഒരുപാട് തവണ, ഇപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 15 days വരെ നമ്മൾ ഈ ഒരു വർക്ക്ഷീറ്റ് തന്നെ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഇതിൽ വരച്ച് അതുപോലെ സ്ലീപ്പിംഗ് ലൈനും ഇത് 2 വരച്ചിട്ട് അവരുടെ കൈക്കൊക്കെ നല്ലൊരു വഴക്കം കിട്ടുമ്പോൾ, പിന്നെ അതുപോലെ അവർ ഇങ്ങനെ ലൈനിൽ തന്നെ ഹാൻഡ് കോർഡിനേഷൻ അവരുടെ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കർവ്സ്, അതുപോലെ സ്ലാൻഡിങ് ലൈൻസ് അതിൻ്റെയൊക്കെ വർക്ക്ഷീറ്റ്, അതായത് ഈ രീതിയിലുള്ള വർക്ക്ഷീറ്റ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ലാൻഡിങ് ലൈൻസ് ആണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്താൽ, അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കിത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ നന്നായിട്ട് വരപ്പിക്കുക. അതിനുശേഷം സ്ലാൻഡിങ് ലൈൻസ് വരപ്പിക്കുക. ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മൾ കർവ്സും അതുപോലെയുള്ള സ്ട്രോക്സൊക്കെ നമ്മൾ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 15 ദിവസം ഇതിൻ്റെ കുട്ടികളെ കൊണ്ട് വരപ്പിക്കണം, തുടങ്ങുന്ന കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഞാൻ കുറച്ച് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ആണിത്. അപ്പോൾ സർക്കിളത്തെ നമ്പർ, അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടെ നമ്മൾ ഏത് നമ്പറാണോ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ നമ്പർ ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8 എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന നമ്പറായിരിക്കും അവരിവിടെ സർക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 8 8 8. ഓക്കെ, ഇത്രേ ഉള്ളൂ.
അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇത് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് വെച്ചാൽ ഇത് പോവും. എന്നിട്ട് നമുക്ക് വേറെ നെക്സ്റ്റ് നമ്പർ കൊടുക്കാം. ഇപ്പോൾ 5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ 5 5 5 ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ നമ്പേഴ്സാണോ അവർക്ക് റെക്കഗ്നൈസ് ആക്കിപ്പിക്കേണ്ടത് ആ നമ്പർ നമുക്കിവിടെ എഴുതിയിട്ട് ഈ ഒരു വർക്ക്ഷീറ്റ് റീയൂസ് ചെയ്യാം, നന്നായിട്ട് റീയൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റീയൂസബിൾ വർക്ക്ഷീറ്റിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പല തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് വർക്ക്ഷീറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കാം. അവരുടെ ഇങ്ങനെ കുത്തിയിരിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ നോട്ടിലും ബുക്കിലും മാത്രമായിട്ട് ഒരു സ്റ്റഡി റൂട്ടീൻ കൊണ്ടുപോകുമ്പോൾ അത് ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എഴുതാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ല, ഇത്തിരി ഒരു എഴുതാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഐ ഹാൻഡ് കോർഡിനേഷൻ അതുപോലെ നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.